ജാവോ ക്യാൻസലോ ബാഴ്സലോണയിൽ തുടരുമോ? നിലവിലെ സാഹചര്യം എന്താണ്? സൗദി ക്ലബായിട്ടുള്ള അൽ ഹിലാലിൽ നിന്ന് ബാഴ്സലോണയിൽ 6 മാസത്തെ ലോണിൽ വന്ന് കളിക്കുന്ന പോർച്ചുഗീസ് താരമാണ് ജാവോ ക്യാൻസലോ. ആള് ഒരു ലെഫ്റ്റ് ബാക്ക് റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്. 2 വിങ് ബാക്ക് പൊസിഷനിൽ വളരെ മികച്ച രീതിയിൽ കളിക്കാൻ കെൽപ്പുള്ള ഒരു പ്ലെയറാണ്. നിലവിൽ ബാഴ്സയ്ക്ക് വേണ്ടി മികച്ച രീതിയിൽ പെർഫോമൻസ് നടത്തുന്നുമുണ്ട്. വളരെ മികച്ച ഫോമിലാണ് താരം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജാവോ ക്യാൻസലോ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ, അതായത് ജൂൺ ജൂലൈ ആ ഒരു സമയമാകുമ്പോൾ താരത്തിൻ്റെ ആ ഒരു കോൺട്രാക്ട് തീരും. ജൂൺ 30 എന്താകുമ്പോൾ ഒരു ബാഴ്സയായിട്ടുള്ള ലോൺ കോൺട്രാക്ട് തീരും. അപ്പോൾ അതിനുശേഷം ബാഴ്സലോണയിൽ താരത്തിന് തുടരാൻ പറ്റുമോ? നിലവിലെ സാഹചര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജസ്റ്റ് ചാനലിൽ കയറി നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുകയാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ നോക്കേണ്ട കാര്യം, 2027 വരെ അൽ ഹിലാലുമായിട്ട് കോൺട്രാക്ട് ഉള്ളൊരു പ്ലെയറാണ് ജാവോ ക്യാൻസലോ. ആള് അൽ ഹിലാലിന് നിലനിർത്താനൊന്നും താല്പര്യമില്ല. അൽ ഹിലാലിന്റെ മെന്റാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽക്കുക എന്നത് തന്നെയാണ്. അപ്പോൾ 2027 വരെ ഒരു വർഷം കൂടെ കാത്തിരുന്ന് കഴിഞ്ഞാൽ ഫ്രീ ഏജന്റ് ആയിട്ട് ആള് ടീം വിട്ടു പോകും. അപ്പോൾ അതിന് മുമ്പ് വരുന്ന സമ്മറിൽ എങ്ങനെയും താരത്തെ വിൽക്കുക, ഇതാണ് അൽ ഹിലാലിന്റെ പ്ലാൻ എന്ന് പറയുന്നത്. അൽ ഹിലാലിന് താരത്തെ നിലനിർത്താനോ ഇല്ലെങ്കിൽ താരത്തിന് സൗദിയിൽ കളിക്കാനോ താല്പര്യമില്ല. അപ്പോൾ ആ ഒരു സൈഡ് ക്ലിയർ ആയല്ലോ. ഇനി ബാഴ്സയുടെ സൈഡിലേക്ക് വരാം. നിലവിൽ ബാഴ്സലോണയെ സംബന്ധിച്ച് അവരൊരു ബാക്കപ്പ് ഓപ്ഷനായിട്ടാണ് താരത്തെ ലോണിൽ കൊണ്ടുവന്നത്. 2 വിങ് ബാക്കിലായിട്ട് ഒരിടത്ത് ജുവൽസ് കൂണ്ടയുണ്ട്, മറുഭാഗത്ത് അലജാൻഡ്രോ ബാൽഡെ ഉണ്ട്. പക്ഷെ ഇവർക്കൊക്കെ ഒരു ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ടായിരുന്നു ജാവോ ക്യാൻസലോ സൈൻ ചെയ്തത് ലോണിൽ. ഇതിനു മുമ്പും ബാഴ്സയിൽ ലോണിൽ വന്ന് കളിച്ച് മികച്ച പെർഫോമൻസ് നടത്തിയിട്ടുള്ളൊരു താരമാണ് ജാവോ ക്യാൻസലോ. അപ്പോൾ ലോണിൽ വന്നു, താരം മികച്ച രീതിയിൽ കളിക്കുന്നു. ഈ പ്ലേയേഴ്സിന് ഇഞ്ചുറി പറ്റിയപ്പോൾ ആ ഒരു പൊസിഷനിൽ മികച്ച രീതിയിൽ താരം പെർഫോം ചെയ്യുന്നുമുണ്ട്. താരത്തെ നിലനിർത്തണമെങ്കിൽ, താരത്തെ ടീമിൽ നിലനിർത്തണമെങ്കിൽ ബാഴ്സയ്ക്ക് മുന്നിൽ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 15 മില്യൺ, കുറഞ്ഞത് 15 മില്യൺ ട്രാൻസ്ഫർ ഫീ ആയിട്ട് അൽ ഹിലാലിന് നൽകിയിട്ട് താരത്തെ പെർമനന്റ് ആയിട്ട് ടീമിലേക്ക് സൈൻ ചെയ്യുക. 15 മില്യൺ ബാഴ്സയെ സംബന്ധിച്ച് 15 മില്യൺ എന്ന് പറയുന്ന ഒരു ചെറിയ എമൗണ്ട് ആണ്. ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു ചെറിയ എമൗണ്ട് ആണ്. എന്നാൽ പോലും ബാഴ്സയുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷനിൽ 15 മില്യൺ ഒന്നും ചെറിയൊരു എമൗണ്ട് അല്ല. ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്കറിയാം. അപ്പോൾ 15 മില്യൺ ടു 25 മില്യൺ ആണ് പറയപ്പെടുന്നത്. എന്നാൽ 15 മില്യൺ ഒക്കെ കേൾക്കത്തുള്ളൂ എന്നതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും ലോണിൽ, അതായത് ഒരു സീസൺ കൂടി ലോണിൽ കൊണ്ടുവരാനുള്ള ഒരു ഓപ്ഷൻ, അത് മിക്കവാറും നടക്കാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽ ഹിലാൽ ആണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു ജോ ക്യാൻസലോയുടെ പകുതി സാലറി നൽകുന്നത്. അതായത് മൊത്തം 8 മില്യൺ ആണ് സാലറി. അതിൽ കുറച്ച് സാലറി അൽ ഹിലാൽ നൽകും, കുറച്ച് സാലറി ബാഴ്സലോണ നൽകും. ഇതാണ് ആ ഒരു കരാറ്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ അൽ ഹിലാലിന് സാലറി ഫുള്ളായിട്ട് മാറ്റണം, സാലറി ബുക്ക് ചെയ്യുന്ന താരത്തിന്റെ പേര് വെട്ടണമെങ്കിൽ താരത്തെ വിൽക്കണം. അതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. ഈ താരത്തെ ലോണി നൽകുകയാണെങ്കിൽ, ബാഴ്സയ്ക്ക് ലോണി നൽകി കഴിഞ്ഞാൽ ബാഴ്സയുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ വെച്ചിട്ട് 8 മില്യൺ ആണ് താരത്തിന്റെ ആ ഒരു സാലറി എന്ന് പറയുന്നത്. 8 മില്യൺ ബാഴ്സ കൊടുക്കാനൊന്നും തയ്യാറാകത്തില്ല ഒരു ലോൺ പ്ലെയറിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാലറി പകുതി കൊടുക്കേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ എങ്ങനെയും വിൽക്കാനായിരിക്കും അൽ ഹിലാൽ നോക്കുക. അപ്പോൾ അൽ ഹിലാൽ വിൽക്കാനുള്ളൊരു മെന്റാലിറ്റി നിൽക്കുന്ന ഒരു ടീം ആയതുകൊണ്ട് തന്നെ ബാഴ്സയ്ക്ക് വീണ്ടും ഒരു ലോൺ അപ്രോച്ച് ചെയ്യാൻ പറ്റത്തില്ല. ബാഴ്സയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം 15 മില്യൺ യൂറോസ് നൽകിക്കൊണ്ട് താരത്തെ ടീമിലേക്ക് പെർമനന്റ് ആയിട്ട് നിലനിർത്തുക എന്നതാണ്. ഒരു പക്ഷേ 8 മില്യൺ യൂറോസ് താരത്തിന്റെ ആ ഒരു സാലറി എന്ന് പറയുന്നത് ബാഴ്സയിലേക്ക് വരുന്ന സമയത്ത് കുറയാനുള്ള സാധ്യതയുണ്ട്. സാലറി കട്ടൊക്കെ താരം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. നിലവിൽ 31 വയസ്സാണുള്ളത്. മികച്ച ഫോമിൽ കളിക്കുന്ന പ്ലെയർ തന്നെയാണ്, അതിലൊന്നും ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ താരത്തെ ബാഴ്സലോണ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലൊരു മൂവ് ആയിട്ട് തന്നെയാണ് കാണപ്പെടുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ആംഗിൾ ഞാൻ പറഞ്ഞുതരാം. നിലവിൽ ഒരു റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ജുവൽസ് കൂണ്ടയ്ക്ക് 2030 വരെ ബാഴ്സയായിട്ട് കോൺട്രാക്ട് ഉണ്ട്. കൂണ്ടയെ വിൽക്കാനുള്ളൊരു പദ്ധതി ബാഴ്സ ഇടുന്നുണ്ട് എന്ന് റിപ്പോർട്ടുകളുണ്ട്. ഒപ്പം അലജാൻഡ്രോ ബാൽഡയും ആ ഒരു ലിസ്റ്റിലുണ്ട് എന്നതാണ് ഇപ്പൊ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് 2 വിങ് ബാക്കിനെയും മാർക്കറ്റിലെടുത്ത് വെച്ചിരിക്കുകയാണ് ബാഴ്സലോണ. മികച്ച ഓഫേഴ്സ് വന്നു കഴിഞ്ഞാൽ കൊടുക്കും എന്നതാണ് ബാഴ്സയുടെ മെന്റാലിറ്റി. അപ്പൊ അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ബാഴ്സ വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അറിയാലോ, 15 മില്യൺ യൂറോസ് എന്താണ് ആ ഒരു ജുവൽസ് കൂണ്ടയുടെ സാലറി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തെ മാറ്റിക്കഴിഞ്ഞാൽ റീപ്ലേസ് ആയിട്ട് ക്യാൻസലോയെ സൈൻ ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ ബാഴ്സയ്ക്ക്. അപ്പൊ ജുവൽസ് കൂണ്ടയാണോ ക്യാൻസലോ ആണോ? രണ്ടിൽ മികച്ച താരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ക്യാൻസലോ പറയത്തുള്ളൂ. ഒരു പക്ഷേ ക്യാൻസലോ എൻ്റെ ഫേവററ്റ് പ്ലെയർ ആയതുകൊണ്ടായിരിക്കാം, എനിക്കറിയത്തില്ല. പക്ഷെ
27 വയസ്സുള്ള ജുവൽസ് പൂണ്ടെ പോലെ ഒരു ഹൈ ടാലന്റഡ് ആയിട്ടുള്ള ഹൈ പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയറിനെ കൊടുക്കുന്നത് മണ്ടത്തരമാണെന്നാണ് എൻ്റെ ഒരു ഫീല്. മറുഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ 31 വയസ്സുണ്ട്, എന്നാൽ പോലും മികച്ച പെർഫോമൻസ് നടത്താൻ താരത്തിന് പറ്റും, അതിലൊന്നും ഒരു സംശയമില്ല. ഇവരെയൊക്കെ നിലനിർത്തണം എന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം. അതായത് ജുവൽസ് പൂണ്ടെനെയും അലജാൻഡ്രോ ബാൾഡേനെയും നിലനിർത്തിക്കൊണ്ട് ജാവോ ക്യാൻസറെ സൈനിങ് കൂടെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ബാഴ്സയുടെ സ്ക്വാഡ് സ്ട്രെങ്ത് അത് ഇരട്ടിയാക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഫീല്. അപ്പോൾ 15 മില്യൺ യൂറോസ് കൊടുത്ത് ബാഴ്സയ്ക്ക് സൈൻ ചെയ്യാൻ പറ്റുമോ എന്നത് നമ്മൾ കണ്ടറിയാം. ഇനി കോമ്പറ്റീഷന് വേറെ ഏതെങ്കിലും ടീം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. നിലവിൽ ഇറ്റാലിയൻ സൈഡ് ആയിട്ടുള്ള ഇന്റർ മിലാന് കൂടി കോമ്പറ്റീഷൻ ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡംഫ്രീസ് എന്ന് പറഞ്ഞിട്ട് ഇന്റർ മിലാന്റെ വിങ് ബാക്ക്, അദ്ദേഹം വരുന്ന സമ്മറിൽ ടീം വിട്ടു പോകുന്നത് ഓൾമോസ്റ്റ് ഒരു ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഡംഫ്രീസ് പോവുകയാണെങ്കിൽ പകരം അവർ കാണുന്ന അവരുടെ ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ജാവോ ക്യാൻസറോയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഒരു കോമ്പറ്റീഷൻ കൂടിയുണ്ട്. 15 മില്യൺ കൊടുത്ത് ബാഴ്സയ്ക്ക് താരത്തെ സൈൻ ചെയ്യാൻ പറ്റും. ബാഴ്സയിലേക്ക് വരുന്നതിന് മുമ്പ്, ലോണിൽ വരുന്നതിന് മുമ്പ് മീഡിയക്കാർക്ക് വളരെ ലൈവായിട്ട് ഓപ്പൺ ആയിട്ട് തുറന്നു പറഞ്ഞിട്ടുള്ള പ്ലെയർ ആണ് ജാവോ ക്യാൻസലോ. എനിക്ക് പോയാൽ ബാഴ്സയിൽ പോയാൽ മതി എന്ന ഒരു നിലപാടായിരുന്നു അന്ന് അദ്ദേഹം എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ബാഴ്സയ്ക്ക് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. പക്ഷെ 15 മില്യൺ അത് ഒരു 10 മില്യൺ ഒക്കെ ആക്കാൻ പറ്റുമെങ്കിൽ ബാഴ്സയ്ക്ക് ഈസി ആയിട്ട് താരത്തെ സൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ജാവോ ക്യാൻസലോയുടെ നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡേൽ.